IFFKയിൽ 19 ചിത്രങ്ങൾക്കുള്ള സെൻസർഷിപ്പ് വൈകുന്നതിൽ ഇന്നും പ്രതിസന്ധി തുടരും. 8 ചിത്രങ്ങളുടെ പ്രദർശനം മുടങ്ങാനാണ് സാധ്യത. സർക്കാരും ചലച്ചിത്ര അക്കാദമിയും ഇളവിനായുള്ള ശ്രമം തുടരുകയാണ്. അതേസമയം സംഭവത്തിൽ വിമർശനവുമായി സംവിധായകൻ ഡോക്ടർ ബിജു രംഗത്തെത്തി. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ചലച്ചിത്രമേള പുരോഗമിക്കുമ്പോൾ 19 ചിത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഇനിയും കിട്ടിയിട്ടില്ല. ഇന്നത്തെ ഒരു പ്രദർശനത്തെ എങ്ങനെയായിരിക്കും ഇത് ബാധിക്കുക? ഒപ്പം തന്നെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എവിടെ എന്നുള്ളൊരു വിമർശനം ആ മേഖലയിൽ നിന്ന് തന്നെ ഉയരുന്നുമുണ്ട്. അമ്പിളി, ഈ തിരുവനന്തപുരത്തെ ഈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഇന്നും ഈ പ്രദർശനാനുമതി 19ഓളം ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി ലഭിക്കാത്തത് ഇന്നും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം 7 ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഇത്തരത്തിൽ മുടങ്ങിയത്. ഇന്ന് ഏകദേശം 8 ചിത്രങ്ങളുടെ പ്രദർശനം ഇത്തരത്തിൽ മുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും ഈ ചിത്രങ്ങളുടെ പാലസ്തീൻ പാക്കേജിലെ 3 ചിത്രങ്ങളുടെ അടക്കം പ്രദർശനാനുമതിയാണ് നിലവിൽ ഏതായാലും മുടങ്ങുക. ഈ എക്സംഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു അനുമതിയാണ് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് ആവശ്യം. ഈ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത അല്ലെങ്കിൽ സെൻസർ അനുമതി ലഭിക്കാത്ത ചിത്രങ്ങൾ ഈ എക്സംഷൻ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടാണ് മേളകളിൽ സാധാരണ പ്രദർശിപ്പിക്കാറുള്ളത്. പക്ഷേ നിലവിൽ ഏതായാലും ഈ സർട്ടിഫിക്കറ്റുകൾ കൂടി ലഭിക്കാതായതോടെയാണ് ഏകദേശം 19ഓളം ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ലഭിക്കാതെ മേളയിൽ ഏതായാലും ഒരു പ്രതിസന്ധി ഏതായാലും ഉടലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഈ IFFK വേദികളിലൊക്കെ നടന്നിരുന്നു. ഈ മേള അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് CPM ഉൾപ്പെടെ ആരോപണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വേദികളിലൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതേസമയം മറ്റൊരു വിമർശനം ഉയർന്നു വരുന്നത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള റസൂൽ പൂക്കുറ്റിക്കെതിരെയാണ്. കാരണം ഈ ചെയർമാൻ ഇതുവരെ ഈ മേളയിൽ എത്തിയിട്ടില്ല. ഒരു അതിഥി പോലെ ഈ മേളയുടെ അവസാന ദിനം എത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രധാനമായും വിമർശനമായി ഉയർന്നു കേൾക്കുന്ന ഒരു പ്രധാന കാര്യം. ഈ സംവിധായകൻ ഡോക്ടർ ബിജു ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ നിലവിലേതായാലും ഈ ഒരു വിമർശനവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും വലിയ രീതിയിലുള്ള വിമർശനമാണ് CPM-ഉം സംവിധായകനായിട്ടുള്ള ഡോക്ടർ ബിജുവും ഒക്കെ തന്നെ ഉന്നയിക്കുന്നത്. കാരണം ഈ പലസ്തീൻ ചിത്രം എന്ന് പറയുമ്പോൾ പോരാട്ടങ്ങളുടെ വീര്യം പറയുന്ന ചിത്രമാണ്, ആ പോരാട്ടത്തിന്റെ കഥകൾ പറയുന്ന ചിത്രമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നയം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും CPM ആരോപിക്കുന്നത്. അതേസമയം ഈ കേന്ദ്രത്തോടൊപ്പം തന്നെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനെയും വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഡോക്ടർ ബിജു ഏതായാലും ഉയർത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് റസൂൽ പൂക്കുറ്റി ഇവിടെ IFFK വേദിയിൽ എത്തുമെന്നും സന്ദർശിക്കുമെന്നുമാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ അതിലൊരു ഉറപ്പ് ഏതായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉറപ്പ് എത്തിയിട്ടില്ല. എങ്കിലും ഇന്ന് ഇത്തരത്തിലൊരു പ്രതിസന്ധിയൊക്കെ തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് ഇന്ന് ഏതായാലും ഈ IFFK വേദിയിൽ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആ സമയങ്ങളിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം നൽകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല, ഈ അനുമതി ലഭിച്ചില്ല എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വിശദീകരണം ഏതായാലും ഇന്ന് ലഭിക്കുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷ. പക്ഷേ ഇത്തരത്തിൽ ഈ പ്രദർശന അനുമതി ലഭിക്കാത്ത സാഹചര്യം ഈ IFFKയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. 8ഓളം ചിത്രങ്ങളുടെ പ്രദർശനം ഇന്നും മുടങ്ങാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. ശരി, രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്നും പ്രദർശനത്തിൽ പ്രതിസന്ധി ഉണ്ടാകും. 8 ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഇന്ന് മുടങ്ങാൻ സാധ്യത. ഈ 19 ചിത്രങ്ങൾക്കാണ് ഇതുവരെ അനുമതി കിട്ടാത്തത്. അതിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതൊക്കെ നിർണായകമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ.